നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരെയും ഇന്നത്തെ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് VBA സൺഡേ ആയതുകൊണ്ട് കൂടി വരുവാൻ കഴിഞ്ഞില്ല. ഈ ആഴ്ച നമുക്ക് ഇപ്രകാരം കൂടി വരുവാനായിട്ട് ദൈവം സഹായിക്കുന്നല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഇന്നത്തെ കൂടിവരവ് ആരംഭിക്കാം, കൂട്ടായ്മ ആരംഭിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ മനോഹരമായ ഈ പുതിയ പകൽക്കാലത്തിനായിട്ടും പ്രഭാതത്തിനായിട്ടും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു രാത്രികാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാത്ത് പരിപാലിച്ച് ഞങ്ങളെ സുരക്ഷിതമായി ക്ഷേമമായി ഒരു പുതിയ പകൽക്കാലത്തിലേക്ക് കൂട്ടിവരുത്തിയതിനായിട്ട് സ്തോത്രം. ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നൊക്കെ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ച്, ഞങ്ങളെ സംരക്ഷിച്ച്, ഞങ്ങളെ മുൻപോട്ട് നടത്തുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസിന്റെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ സഞ്ചരിച്ച പാതകളിൽ, ഞങ്ങൾ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ സ്നേഹവും ഞങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങളുടെ കൂടിവരവിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങള് ഒരുമിച്ച് ചെലവിടുന്ന ഈ സമയം അത് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും കൂടുതൽ പ്രയോജനകരമായിരിക്കാൻ, അനുഗ്രഹകരമായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലഹീനതകളിലും പ്രതിസന്ധികളിലും ഞങ്ങൾ ശാരീരികമായും മാനസികമായും ഒക്കെ ഞങ്ങൾ ദുർബലരാകുമ്പോൾ, ശക്തിഹീനരാകുമ്പോൾ, കർത്താവെ, ഇങ്ങനെയുള്ള കൂടിവരവുകളിലൂടെ, കൂട്ടായ്മകളിലൂടെ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ, വേദനകളിൽ, സങ്കടങ്ങളിൽ, ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവമേ ഇടയാക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പലവിധമായ രോഗാവസ്ഥയിലൂടെ, ബലഹീനതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. കർത്താവെ, ബെഡ്രിഡനായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. പലവിധമായ രോഗത്തിന്റെ ചികിത്സകളിലൂടെ, ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ജീവിതത്തില് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചിന്താകുലങ്ങളെ, ഞങ്ങളുടെ ഭാരങ്ങളെ ഒക്കെ അവിടുന്ന് ഏറ്റെടുക്കണമേ, അവിടുന്ന് വഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യവും ആശ്വാസവും ഒക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോടുള്ള അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ടും കരുതലിനായിട്ടും സ്തോത്രം. ശേഷിച്ചിന്നത്തെ ഞങ്ങളുടെ കൂടിവരവില് വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവരെയൊക്കെ അവരേൽപ്പിച്ചിരിക്കുന്ന, അവരേറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ നന്നായി നിർവഹിപ്പാൻ അവരെ സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിനേറെ അനുഗ്രഹകരമായിരിക്കാൻ ഇടയാക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളെ കൂടുതൽ ഉറപ്പിക്കണമേ. പ്രത്യാശയാൽ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ. യാതൊരു വിധമായ തടസ്സങ്ങളോ പ്രയാസങ്ങളോ കൂടാതെ ഞങ്ങളുടെ ഈ കൂടിവരവ് കൂട്ടായ്മ കർത്താവെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് കനിയണമേ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തിരുക്കരങ്ങളിൽ, തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കൂടിവരവ് തിരുനാമത്തിന് മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് കനിയണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾ പാടുന്നത് ഷീജ വർഗീസ് ആണ്. ഷീജ വർഗീസ് പാട്ടുകൾ പാടിയതിനു ശേഷം ജെസി ആൻഡി 54-ാമത്തെ സങ്കീർത്തനം വായിക്കും. ഷീജ. ഗുഡ് മോർണിംഗ് അച്ഛ. ഗുഡ് മോർണിംഗ്. യേശുവോടു ചേർന്നിരിപ്പാൻ എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ, പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ. ശ്രേഷ്ഠമേറും നാട്ടിൽ എന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാത്തി കാത്ത് നിത്യ പാപ്പിടം തന്നിൽ, കൈകളാത്തി കാത്ത് നിത്യം പാപ്പിടം തന്നിൽ. വന്നിടുന്ന നാളിൽ ഞാൻ നോക്കി പാർക്കുന്നേ, വന്നിടുന്ന നാളിൽ ഞാൻ നോക്കി പാർക്കുന്നേ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരോർത്തു പാടിയാർക്കുമേ, അന്നു തന്റെ ശുദ്ധരോർത്തു പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനം. നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ, അല്ലൽ തീർക്കാൻ എന്നു വന്നു ചേർന്നിടുമെന്നെ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി, തുല്യമില്ല മോദത്തോടു വീണകളേന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. സെക്കൻഡ് പാർട്ട്. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപകുഴിയിൽ നിൻ ഏറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ, സ്വന്തരത്വം നമുക്കേകിയതാ. പരമപിതാവിൻ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെ പോൽ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയ മീക്കിയവൻ, നിത്യമാം ജീവനും നൽകിടുന്നു. പരമപിതാവിൻ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിലാക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നിലം പരിച്ചായി നാം നശിച്ചിടാതെ. പരമപിതാവിൻ സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുമ്പിലാദരവാ.
ഹല്ലേലൂയ പാടാം മോദമോടി. അവനല്ലോ നമ്മുടെ രക്ഷയിൻ പരമപിതാവിൻ സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിടുന്നു, പാപങ്ങളൊക്കെയും ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകവെ നീക്കിടുന്നു. പരമപിതാവിൻ സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിടുന്നു. താങ്ക് യു അച്ഛാ. അച്ഛാ താങ്ക് യു കേൾക്കാമോ? ഷീജ. യെസ് ആന്റി, കേൾക്കാം. യെസ്. ഓക്കെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 54, Psalms 54. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ, നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു, പൗരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ഇതാ, ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ഉണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ചു കളയണമേ. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിനു സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണു എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. ഈ ആഴ്ചയിൽ നമുക്ക് ഇപ്രകാരം ഈ വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് ഓൺലൈനായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ ഈ കാലങ്ങളിലൊക്കെ നമ്മളെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ കാത്തു പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ ദൈവ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ആയുസിന്റെ ജനനം മുതൽ ഈ സമയം വരെയും ദൈവം നമ്മെ പരിപാലിച്ചു. നമ്മൾ ആയിരുന്ന സാഹചര്യങ്ങളിൽ, സഞ്ചരിച്ച വഴികളിൽ ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്സിനായി, നമ്മുടെ ആരോഗ്യത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാം ദൈവത്തിന്റെ വലിയ ദാനമാണ്, ദൈവത്തിന്റെ വലിയ കൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഓർക്കാം. ആ കുറവുകളും ബലഹീനതകളും കുറ്റങ്ങളും ഒക്കെ ദൈവം നമ്മോട് ക്ഷമിക്കണമേ. തൻ്റെ കൃപയാൽ ദൈവം നമുക്ക് വിടുതൽ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും ബലഹീനതകളും വീഴ്ചകളും ഒന്നും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് തടസ്സമാകരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തകളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ ബന്ധങ്ങളെയും ഒക്കെ നമുക്ക് കളങ്കമില്ലാതെ, കപടമില്ലാതെ സൂക്ഷിക്കാൻ, വിശുദ്ധിയോടുകൂടെ സൂക്ഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നേരുള്ളവരായി, നന്മയുള്ളവരായി, ജീവിത നിർമ്മലതയുള്ളവരായി ഈ നാളുകളിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഭയായും നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സഭയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ആത്മീയമായ അനുഗ്രഹങ്ങൾക്കായിട്ടും
ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ആരാധനകളെയും കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും സംഘടനാ പ്രവർത്തനങ്ങളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ ആഴ്ചയിലുമുള്ള വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മകളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ കോട്ടേജ് പ്രയറുകൾ, സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളും കൂട്ടായ്മകളും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. അതൊക്കെ ഈ നാളുകളിൽ കൂടുതൽ ശക്തീകരിക്കപ്പെടുവാൻ, കൂടുതൽ ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർക്കാം, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും അവർക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഈ നാളുകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വേദപുസ്തകം പഠിക്കുവാൻ, വചനം മനസ്സിലാക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠിപ്പിക്കുന്നവരും ഒരുക്കത്തോടുകൂടെ തങ്ങളുടെ ശുശ്രൂഷകൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നിർവഹിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായക സംഘത്തിന്റെ ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനകളിലും സഭയിലും ദൈവം അവരെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ സമർപ്പണത്തോടെ തുടർന്ന് നിർവഹിപ്പാൻ അവരെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കരോൾ സർവീസിനായിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ നടക്കുന്നു. അതൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി പുരോഗമിക്കുവാനും ശുശ്രൂഷകളൊക്കെ നന്നായി നിർവഹിപ്പാനും അവരെ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സഭയോട് കൂടുതൽ അടുത്തും അവരുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെയൊക്കെ കൂടുതൽ സജീവമാക്കിയും മുൻപോട്ട് കൊണ്ടുപോകുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനകളും നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ പ്രവർത്തനങ്ങളും അവരുടെ വിശ്വാസ ജീവിതത്തെ ശക്തീകരിക്കുക മാത്രമല്ല, ലോകത്തുള്ള ചലഞ്ചസും അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാധ്യതകളുമൊക്കെ വിനിയോഗിപ്പാൻ, അതിനൊക്കെ സജ്ജമായി തീരുവാൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ദൈവം അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ച യൂത്ത് സൺഡേ ആയിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്നു. അതിന് നേതൃത്വം നൽകേണ്ട കുഞ്ഞുങ്ങളെല്ലാം ഓർക്കാം. നമ്മുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ സ്ത്രീജന സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കാം. സഭയുടെ ആത്മീയമായ ഉണർവിനും ശക്തീകരണത്തിനും വേണ്ടിയൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 11-ാം തീയതി നടക്കുന്ന റിട്രീറ്റിൻ്റെ ഒക്കെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലൈറ്റി ഫെലോഷിപ്പിനെ ഓർക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങളും കൂടുതൽ സജീവമാകുവാൻ, ശക്തീകരിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്ററേറ്റ് കമ്മിറ്റിയെ ഓർക്കാം. ചുമതലയേറ്റിരിക്കുന്നവർ സഭയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഹൈടെക് സിറ്റി ഏരിയയിലുള്ള നമ്മുടെ മാസത്തിൽ ഒരിക്കൽ നടന്നു വരുന്ന നമ്മുടെ ആരാധന, അവിടെ ഉള്ള സഭകൾക്ക്, അവിടെയുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ ശക്തിയോടുകൂടെ താല്പര്യത്തോടുകൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ആത്മീയമായ ഉത്തരവാദിത്തങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മളെല്ലാം ഒരുമിച്ച് ആ ശുശ്രൂഷകളൊക്കെ നിർവഹിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും
കൂട്ടായ്മകളെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. പല സ്ഥലങ്ങളിലായി, ഈ നഗരത്തിന്റെ പലയിടങ്ങളിലായി ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. അവിടെയെല്ലാം കർത്താവ് നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്കൊക്കെ ഭവനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ ബുദ്ധിമുട്ടുകളെ ഒക്കെ തൻ്റെ ധനത്തിനൊത്തവണ്ണം മാറ്റി അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. കർത്താവ് പഠനത്തിനൊത്തവണ്ണമുള്ള, ജ്ഞാനത്തിനൊത്തവണ്ണമുള്ള നല്ല ജോലികളെ നൽകി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വാഹനങ്ങളില്ലാത്തവരെ ഓർക്കാം. ദൈവം അവർക്കൊക്കെയുള്ള ആവശ്യമുള്ള വാഹനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഭവനങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ ദേശത്തിന് നന്മ അനുഭവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയില് സീനിയേഴ്സ് ആയിട്ടുള്ള, പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച നമ്മൾ സീനിയർ സിറ്റിസൺ സൺഡേ ആയിട്ട് ആചരിക്കുകയാണ്. 70 കഴിഞ്ഞ നമ്മുടെ സഭയിലെ പ്രായമുള്ളവരെ, മുതിർന്നവരെ ഒക്കെ നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ശുശ്രൂഷയ്ക്കായിട്ട് അവരുടെ ശുശ്രൂഷകളെ നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുന്ന സമയങ്ങളാണല്ലോ കർത്താവ്. അവരെയൊക്കെ, പ്രിയപ്പെട്ടവരെ, പ്രായമായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാരീരികമായ ക്ഷീണവും പ്രയാസവും ഒക്കെ ഉള്ള പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻറ്റിക്ക് വേണ്ട ആരോഗ്യവും ബലവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. KC ചെറിയാൻ അങ്കിളിനെ ഓർക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻറ്റി ദീർഘനാളുകളായിട്ട് ഭവനത്തിലാണല്ലോ, കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആൻറ്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയപ്പെട്ട ആൻറ്റിക്കും ശാരീരികമായ ബലഹീനതകളുണ്ട്. കർത്താവിന്റെ കൃപ പ്രിയദാസിയോട് കൂടെ ഇരിക്കണമേ എന്ന് തോമസ് ജോൺ അങ്കിളിനെ ഓർക്കാം. അങ്കിള് മകനോടൊപ്പം ബാംഗ്ലൂരിൽ പാർക്കുന്നു. അങ്കിളിനും പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. കർത്താവ് പ്രിയദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന മേരി ജോൺ ആൻറ്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. സാറാമ കുര്യൻ ആൻറ്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ജെസ്സി തോമസ് ആൻറ്റിയെ ഓർക്കാം. പ്രിയപ്പെട്ട മകളായിരിക്കുന്നിടത്ത് കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആൻറ്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. രമണി ആൻറ്റിയെ ഓർക്കാം. പ്രിയപ്പെട്ട ദാസി മേഘയായിട്ട് അവിടെ ആയിരിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആൻറ്റിയെ ഓർക്കാം. അന്നമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ജോൺ ആൻറ്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ഇവരെല്ലാവരെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആൻറ്റിയെയും കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം കുടുംബമായിട്ട് അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അങ്കിളിന്റെ ശാരീരികമായ ബലഹീനതകളിലൊക്കെ കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലില്ലി ആൻറ്റിയെയും കുരുവിള അങ്കിളിനെയും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം. കർത്താവ് അവരെ ഇരുവരെയും അനുഗ്രഹിച്ച് അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സുശീല ആൻറ്റിയെ, രഞ്ജിത്ത് അങ്കിളിനെയും ഓർക്കാം. പ്രത്യേകിച്ച് സുശീല ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻറ്റിയുടെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടക്കുന്നു. അതിൻ്റെതായിട്ടുള്ള ബലഹീനതകളും പ്രയാസങ്ങളും പരിമിതികളും ഉണ്ട്. രഞ്ജിത്ത് അങ്കിളിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കർത്താവ് ഇരുവരെയും ബലപ്പെടുത്തണമേ, ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചാച്ചമ്മ ആൻറ്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് ഈ നാളുകളിൽ അവരെ നടത്തുന്നു. വളരെ ദൂരെ ആയിരുന്നിട്ടും കഴിവുള്ളിടത്തോളം അവർ ദേവാലയത്തിൽ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. ദൈവം ഇരുവർക്കും ആരോഗ്യവും ബലവും നൽകണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലിസി ആൻറ്റിയെയും ഷമലൂട്ടി അങ്കിളിനെയും ഓർക്കാം. രണ്ടുപേരും ശാരീരികമായി സുഖമില്ലാതെ, പ്രത്യേകിച്ച് ഷമലൂട്ടി അങ്കിൾ ദീർഘവർഷങ്ങളായിട്ട് ഭവനത്തിലാണ്. കർത്താവ്
അവരെ കുടുംബമായിട്ട് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലിസി ആന്റിയെയും AC എബ്രഹാം അങ്കിളിനെയും ഓർക്കാം. അവരെയും കുടുംബമായി കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ബ്രിഗേഡ് അങ്കിളിനെയും ഉഷ ആന്റിയെയും ഓർക്കാം. പുഷ്പ ആന്റിയെയും റോയി അങ്കിളിനെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് കുടുംബമായി ദൈവം അവരെ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് റോയി അങ്കിളിനെ വിശേഷിച്ച് നമുക്ക് ഓർക്കാം. ശാരീരികമായി വളരെ പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. കർത്താവിന്റെ കൃപ പ്രിയ അങ്കിളിന്റെ മേല് നിരന്തരം വ്യാപരിക്കണമേ. പുഷ്പ ആന്റിയെ ശക്തീകരിക്കണമേ, കുടുംബമായിട്ട് അവരെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണിന്റെ കാഴ്ച പ്രശ്നമുള്ള ആലിസ് ആന്റിയെയും മറിയാമ്മ എബ്രഹാം ആന്റിയെയും പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ ട്രീറ്റ്മെന്റിലായിരിക്കുന്ന ജബി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയപ്പെട്ട മകന് പൂർണ്ണമായ സൗഖ്യം. ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, കീമോ നടന്നുകൊണ്ടിരിക്കുന്നു. സഭയുടെ പ്രാർത്ഥന കൂട്ടായ്മ വളരെ ആവശ്യമാണ്. ദൈവം അവരെ കുടുംബമായി ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ട ജബി അങ്കിളിന് വേണ്ട സൗഖ്യം ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശിവചായന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ അറിയുന്നത് പോലെ അങ്കിൾ ശിവചായന്റെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പ്രിയപ്പെട്ട ദാസനെ ദൈവം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിയാറ്റിനൊക്കെ നോർമലായി കൂടുതൽ പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ, കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ബിജു തോമസിന്റെയും ആൻസി അമ്മാമയുടെയും മദർ അമ്മിണി ആന്റി അവരോടൊപ്പം ഭവനത്തിലുണ്ട്. പ്രിയപ്പെട്ട അമ്മിണി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയപ്പെട്ട ആന്റിക്ക് വേണ്ട സൗഖ്യം, ആരോഗ്യം, വിടുതൽ കർത്താവ് നൽകണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഉണ്ട്. പ്രത്യേകിച്ച് ബാബു അങ്കിളും ലില്ലി ആന്റിയും നാട്ടിൽ നിന്ന് കടന്നു വന്നതിന് ശേഷം ഒരു കുടുംബമായി പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ദൈവം അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പനിയുടെ പ്രയാസത്താല് മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളാലൊക്കെ ഭാരപ്പെടുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവര്, 12ാം ക്ലാസ്സിലേക്ക് 11ലും 12ലും ഒക്കെ പ്രവേശിച്ചവര്, അവരെ പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷേ ദൈവത്തിന്റെ വലിയ കൃപയും കരുണയും അതോടൊപ്പം ആവശ്യമാണ്. കൂടുതൽ വിശ്വാസത്തോടുകൂടെ, ദൈവികമായ സമർപ്പണത്തോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് അവരെ വിശ്വാസത്തിൽ അവരെ പരിപോഷിപ്പിക്കുവാനായിട്ട് സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഡിഗ്രി പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. ഹൈദരാബാദിലെ പല കോളേജുകളിലും ഇന്ത്യയിലുള്ള പല സിറ്റികളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. വിദേശങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവികമായ വഴിയിൽ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും ദൈവമുള്ള കുഞ്ഞുങ്ങളായി ക്രിസ്തീയ മൂല്യങ്ങളിൽ പുലരുന്നവരായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരുടെ പഠനത്തിന് തക്കതായിട്ടുള്ള പ്ലേസ്മെന്റ് ഒക്കെ ലഭിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന്
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമത്തെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുടുംബ ജീവിതത്തിനായിട്ട് ദൈവം ഒരുക്കണമേ. അവരും പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തക്കതായ ജീവിത പങ്കാളികളെ അതിനായിട്ട് ഒരുങ്ങുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, അവരെ പ്രത്യേകം ഓർക്കാം. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരും സിംഗിൾ ആയിട്ടുള്ളവരുമുണ്ട്. അവരെല്ലാം നമുക്ക് പ്രത്യേകം ഓർക്കാം. ദൈവം അവർക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി കുടുംബ ജീവിതങ്ങൾ ഒരുക്കി അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ ദൈവം തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ വളർച്ചയിലൊക്കെ കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയുടെ ഒരു വലിയ ശക്തി സ്രോതസ്സാണ് അവര്. അവരുടെ ജോലി കാര്യങ്ങളിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിൽ, അവരുടെ മറ്റു ഉത്തരവാദിത്വങ്ങളിലൊക്കെ അവരെ ദൈവം കാക്കണമേ. എല്ലാം നന്നായി ബാലൻസ് ചെയ്യുവാനായിട്ട് ദൈവം അവരെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഉണ്ടെങ്കിൽ ദൈവം അവരോട് ഇടപെടണമേ, അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് മുൻപോട്ട് നടത്തണമേ, നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജോലി മേഖലകളെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. പല നിലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഗവൺമെന്റ് ജോബിലുള്ളവരുണ്ട്, പ്രൈവറ്റ് മേഖലകളിൽ, IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, ടീച്ചേഴ്സ്, നഴ്സുമാര്, മെഡിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവര്, അങ്ങനെ പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവരിലൂടെയാണ് നമ്മുടെ സഭയുടെ നന്മ. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം നമുക്ക് ഓർക്കാം. സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവരെ ഓർക്കാം. മറ്റ് പല നിലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ തൊഴിൽ മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനും, പ്രത്യേകിച്ച് അപകടകരമായ നിലകളിലൊക്കെ ജോലി ചെയ്യുന്നവരെ ദൈവം കാക്കണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ ആരോഗ്യവും ബലവും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സഭയുടെ എല്ലാ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ദൈവ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന, വേദനപ്പെടുന്ന, ജീവിതത്തിന്റെ നന്മകളൊക്കെ നിഷേധിക്കപ്പെടുന്നവരെ നമുക്ക് ഓർക്കാം. കമ്മ്യൂണൽ വയലൻസ് അതുപോലെയുള്ള പ്രയാസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്ന ജനസമൂഹങ്ങളെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കാം. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ പല ഇടങ്ങളിലും സംഘർഷങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ അക്രമങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, ഗാസയിലുള്ള ജനങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ, ജീവിതത്തിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിഷേധിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. കുഞ്ഞുങ്ങളെ ഓർക്കാം, സ്ത്രീകളെ ഓർക്കാം. റഷ്യ ഉക്രൈൻ സംഘർഷങ്ങളിൽ കഷ്ടപ്പെടുന്നവരെ ഓർക്കാം. ഭൂകമ്പത്താലും പ്രകൃതിക്ഷോഭത്താലും ഒക്കെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ പ്രപഞ്ചത്തോട് ദൈവം മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സഭകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് സഭയുടെ എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വടക്കേ ഇന്ത്യയിലും ഭാരതത്തിന്റെ പലയിടങ്ങളിലും ക്ലേശങ്ങളുടെയും പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനേക പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള സുവിശേഷകരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. വിദ്യാഭ്യാസം, ആതുര സേവനം, അങ്ങനെയുള്ള മൗലികമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നവരുണ്ട്. എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർക്കാം. മിഷണറി പ്രസ്ഥാനങ്ങളെയും നമുക്ക് ഓർക്കാം.
എല്ലാ സഭകളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സഭ നാളുകളിലൊക്കെ സഭകളൊക്കെ ഒരുമിച്ച് ഏകോപിച്ച് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ബിഷപ്സിനെ ഓർക്കാം, ആത്മീയ നേതൃത്വത്തെ ഓർക്കാം, പട്ടത്ത സമൂഹത്തെ ഓർക്കാം, സിസ്റ്റേഴ്സിനെ ഓർക്കാം, സുവിശേഷ പ്രവർത്തകരെ ഓർക്കാം, ഇവാഞ്ചലിസ്റ്റുകളെ ഓർക്കാം, എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ സഭയെ മുൻപോട്ട് നടത്തണമേ, നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള സാമൂഹിക സേവന മണ്ഡലങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ കഴിഞ്ഞ നാളുകളിൽ സേവനം ചെയ്ത പട്ടക്കാരെ ഒക്കെ കുടുംബമായിട്ട് നമുക്ക് ഓർക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും ഓർക്കാം. ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവയെ നമുക്ക് ഓർക്കാം. ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആവശ്യങ്ങളെ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, നമ്മുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെ സങ്കടപ്പെടുത്തുന്ന, ദീർഘനാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ കേൾക്കുന്നു, നമ്മെ അറിയുന്നു. ആ വലിയ ബോധ്യത്തോടുകൂടെ, ആ വലിയ തിരിച്ചറിവോടുകൂടെ നമുക്കായിരിക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ സമയത്ത് സുഷാത് മാണി ആന്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. അച്ഛാ കേൾക്കാമല്ലോ? കേൾക്കാം ആന്റി. യെസ്. യേശുവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സർവശക്തനെ അങ്ങയുടെ പാദപീഠത്തെങ്കിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങളിൽ ഒരു നന്മയും ഇല്ലപ്പാ. എന്നാൽ അവിടുത്തെ പുത്രനിലൂടെ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങൾക്കായി അവിടുന്ന് തുറന്നു തന്ന വഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ, ഞങ്ങളുടെ ആയുസിന്റെ ആരംഭം മുതൽ ഈ സമയം വരെ കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളെ നടത്തിയ എല്ലാ കൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നോട് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ദൈവമേ, ദൈവനാമ മഹത്വത്തിനും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ ആവശ്യങ്ങളും വിഷയങ്ങളും കർത്താവെ അവിടുന്ന് കേട്ട് ഞങ്ങൾക്ക് അരുളണമേ എന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു കർത്താവെ. കർത്താവേ, സഭയായി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് കടന്നു വരുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ സഭയെ നിയന്ത്രിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന അച്ഛനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ, അവരുടെ ഓരോ വേലകളും കർത്താവെ ഞങ്ങളുടെ സഭയുടെ അനുഗ്രഹത്തിനും ദൈവമേ സഭയിൽ കടന്നു വരുന്ന ഞങ്ങൾ ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തികളുടെയും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുപോലെ അവർക്കും ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങളുടെ സ്നേഹങ്ങളും ഞങ്ങളുടെ സഹകരണങ്ങളും അവർക്കും കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ സഭയിലെ ഓരോ പ്രവർത്തനങ്ങളെയും അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ അങ്ങയുടെ പാദപീഠത്തെങ്കിലേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവഭയമുള്ളവരായിട്ട് കർത്താവെ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം സഭയായി ഞങ്ങൾ എടുത്തിരിക്കുന്ന കർത്താവെ സൺഡേ സ്കൂൾ അതിന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നവരെയും ഒക്കെ കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവചനപ്രകാരം കർത്താവെ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ദൈവവചനത്തിലൂടെ കർത്താവെ കുഞ്ഞുങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി ദൈവ കൃപയിൽ ആശ്രയിച്ച് വളരുവാൻ അവരെ പഠിപ്പിച്ചു കൊണ്ടുവരുവാൻ എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരെയും അതുപോലെ മാതാപിതാക്കളെയും അതിനായിട്ട് അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ യൂത്ത് ഫെലോഷിപ്പിനായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവേ. ദൈവമേ, അതിൽ പ്രവർത്തിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും തന്റെ യൗവനത്തിൽ തന്റെ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കത്തക്കവണ്ണം ദൈവമേ വചനം വായിച്ചും പഠിച്ചും ദൈവത്തോട്
കർത്താവെ കൂടുതൽ അടുത്ത് ജീവിപ്പാൻ സക്കണം. ദൈവമേ ഞങ്ങളുടെ ഫെലോഷിപ്പിലൊക്കെയും ദൈവകൃപ അവിടുന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെയും സഭയ്ക്കും സ്വന്തം മാതാപിതാക്കൾക്കും ദേശത്തിനുമൊക്കെ അനുഗ്രഹങ്ങളായിട്ട് തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു വളരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ദൈവമേ സഭയുടെ ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും ഒക്കെ കർത്താവെ അനുഗ്രഹമായിട്ട് തീരുന്നു ഞങ്ങളുടെ കൊയറിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പറയിൽ പാടുന്ന ഓരോ വ്യക്തികളെയും അതുപോലെ തന്നെ പഠിപ്പിക്കുകയും കർത്താവെ പ്രാക്ടീസ് ചെയ്യിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ക്രിസ്മസ് കരോളിന് വേണ്ടി കർത്താവെ കുഞ്ഞുങ്ങൾ കർത്താവെ പ്രയത്നിക്കുമ്പോൾ അവിടുത്തെ കൃപ കൂടിയിരിക്കണം. കർത്താവെ നല്ല ശബ്ദത്തെ കർത്താവെ അങ്ങേ പാടി ആരാധിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ അതുപോലെ ദൈവമേ ഞങ്ങളുടെ വുമൺസ് ഫെലോഷിപ്പിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ സഭയുടെ വളർച്ചയ്ക്കും കർത്താവെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവെ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കൂടുതൽ കൂടുതൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഈ പനനാന്ത് കർത്താവെ നടക്കുന്ന റിട്രീറ്റിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഭയായിട്ട് കർത്താവെ റിട്രീറ്റ് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാനും കർത്താവെ കാലാവസ്ഥയൊക്കെ ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ദൈവമേ അവിടുന്ന് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭയായിട്ട് ദൈവമേ കൂടുതൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കർത്താവെ കപ്പിൾ ഫെലോഷിപ്പിനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ യുവജനങ്ങളായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ അവരുടെ കുടുംബ ജീവിതത്തിലും അതോടൊപ്പം സഭയുടെ കർത്താവെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനും കർത്താവെ എല്ലാം അനുഗ്രഹിക്കണമേന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. കർത്താവെ ഇതുപോലെ കർത്താവെ ഞങ്ങളുടെ കമ്മിറ്റി ചർച്ച് കമ്മിറ്റി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ ചർച്ചിന്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവെ അവർ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുന്ന കർത്താവെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം ദൈവനാമ മഹത്വത്തിനായി ദൈവ സ്നേഹത്തിൽ നിന്ന് ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതുപോലെ ദൈവമേ ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അങ്ങയുടെ പാദപിടുത്തത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഞങ്ങളുടെ ആരാധനകൾ ഞങ്ങളുടെ സ്തോത്രങ്ങൾ ഞങ്ങളുടെ സ്തുതികളൊക്കെ കർത്താവെ അങ്ങേ നാമത്തിന് മഹത്വപ്പെടുത്തുവാനും അത് ഏറ്റവും കർത്താവെ അനുഗ്രഹമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏറിയ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകളെ കർത്താവെ പല വിധത്തിൽ ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ ചെയ്യുന്നത് കർത്താവെ ഞങ്ങളുടെ സഭയ്ക്കും ചുറ്റുമുള്ളവർക്കും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഇത്രത്തോളം നാള് ദൈവമേ ഞങ്ങളെ മുന്നോട്ട് നടത്തിയ ദൈവം മുന്നോട്ടും ദൈവമേ അനുഗ്രഹപ്രദമായിട്ട് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ പൊന്നുപിതാവേ ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ പ്രായത്തിൻ്റെതായ ക്ഷീണങ്ങൾ ശരീരാസ്വസ്ഥകളാലൊക്കെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അച്ഛൻ പേരുപേരായിട്ട് പറഞ്ഞ എല്ലാ വ്യക്തികളെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ പലവിധമായ പ്രയാസങ്ങളാൽ പ്രായത്തിൻ്റെതായ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരെ കരങ്ങളിൽ തരുന്നവരെ നോക്കുന്നവരെ കർത്താവെ മക്കൾ ശുശ്രൂഷിക്കുന്നവരുണ്ട് വേലക്കാരാൽ നോക്കുന്നവരൊക്കെ ഉണ്ട്. കർത്താവെ അവരെല്ലാം കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ ദൈവമേ ജീവിതത്തിൽ ദൈവത്തെ ഓർത്ത് ദൈവമേ കർത്താവെ ഇത്രത്തോളം നടത്തിയ ദൈവത്തോട് നന്ദിയുള്ളവരായി കൂടുതൽ ദൈവത്തോട് അടുത്ത് ജീവിപ്പാനും കർത്താവെ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ തക്കവണ്ണം കൂടുതൽ വചനം അനുസരിച്ച് ജീവിക്കുവാനൊക്കെ ദൈവമേ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ദൈവമേ ചേച്ചി രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ സൗഖ്യദായകൻ അവിടുന്ന് ആകുന്നു. കർത്താവെ ദൈവമേ അബ്രഹാമിന് കൊടുത്തതുപോലുള്ള വിശ്വാസത്തിന്റെ ആത്മാവിനെ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന വിശ്വാസത്തോടെ കർത്താവെ സൗഖ്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ അടിപ്പിറന്നാലുള്ള സൗഖ്യം ഏറ്റെടുക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന ദൈവമേ ഡോക്ടർമാർ അസാധ്യമായത് ഞങ്ങളുടെ ദൈവത്താൽ സാധ്യമാകുന്നില്ല. കർത്താവെ പ്രിയപ്പെട്ടവരെയൊക്കെ അങ്ങയുടെ പാദപിടുത്തത്തിലേക്ക് സമർപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ സഭയിലെ ഓരോ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ പഠനത്തിലൊക്കെ കർത്താവെ കുഞ്ഞു ക്ലാസ് മുതൽ കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ജ്ഞാനത്തിന്റെ ആത്മാവിനെ അവിടെ നൽകി ദൈവകൃപയിൽ ആശ്രയിച്ച് പഠിക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണേ.
പ്രത്യേകിച്ച് കർത്താവെ 10th ക്ലാസ്സിന്റെ എക്സാമിനായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ 11th 12th ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ ദൈവമേ, ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് ദൈവമേ, ഹൈദരാബാദിലും മറ്റ് പല സ്റ്റേറ്റുകളിലും കർത്താവെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ അവരൊക്കെയും അവരുടെ കർത്തവ്യം മറന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവമേ ദൈവമക്കളായി തന്നെ ജീവിച്ച് കർത്താവെ അവരുടെ പഠനത്തിലൊക്കെയും നല്ല വിജയം കണ്ടെത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ ഇവരെയൊക്കെയും കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. അവരുടെ പഠനത്തിലൊക്കെ കർത്താവെ കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ജോലി മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ കർത്താവെ തരണം ചെയ്യുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ എല്ലാ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ ഉപജീവനമാർഗമാകുന്ന ജോലികളെ കണ്ടെത്തുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ പ്ലേസ്മെന്റിനായിട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവെ അവർ പഠിച്ച വിഷയത്തിന്മേൽ ദൈവമേ നല്ല രീതിയിൽ നല്ല കമ്പനികളിൽ കർത്താവെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവമേ ജോലി തക്ക സമയത്ത് കിട്ടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവര് ദൈവമേ ഉണ്ടല്ലോ. കർത്താവെ സ്വയമായി ജോലി ചെയ്യുന്നവര് കർത്താവെ മറ്റു പല ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. കർത്താവെ എല്ലാവരുടെയും കർത്താവെ പ്രവർത്തനങ്ങളൊക്കെ ദൈവമേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവരും ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഭവനത്തിനായി കർത്താവെ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വാഹനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ ദൈവമേ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ അധികം അറിയുന്ന തമ്പുരാനെ കർത്താവെ അവരൊക്കെ കർത്താവെ പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നുവല്ലോ. കർത്താവെ ദൈവമേ എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവെ അവിടുന്ന് കേട്ട് തക്ക സമയത്ത് ദൈവമേ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവമേ അവിടുന്ന് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വിഭാഗപ്രായമെത്തിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണകളെ തമ്പുരാനെ അവിടുന്ന് തിരഞ്ഞെടുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ കുടുംബജീവിതം നയിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും അനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ചു പോകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദൈവമേ ദമ്പതികളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ ഉദരഫലം യഹോവ നൽകുന്ന അനുഗ്രഹമാകയാല് കർത്താവെ കുഞ്ഞുങ്ങളൊക്കെ അതിനായി പ്രാർത്ഥിച്ച് കർത്താവെ ദൈവമേ പ്രാർത്ഥനയൊക്കെ കേട്ട് അവിടുന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ തലമുറകളെ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ തലമുറകളെ നൽകി കുഞ്ഞുമക്കളെയൊക്കെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ദമ്പതികളെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം ദൈവത്തിന് അനുഗ്രഹമായ പ്രകൃതി കർത്താവെ ദൈവമക്കളായിട്ട് വളർത്തിയെടുക്കുവാൻ അവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പനുപിതാവേ ഞങ്ങളുടെ എല്ലാ മേഖലകളിലുമുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ ഞങ്ങളെക്കാൾ അധികം ഞങ്ങളെ ഓരോരുത്തരെയും അറിയുന്ന ദൈവമേ ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെ ഞങ്ങളുടെ വിഷമങ്ങള് പ്രയാസങ്ങളൊക്കെ ഇപ്പൊ അവിടുത്തെ സന്നിധിയിൽ അല്പസമയം ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇരിക്കുമ്പോഴും എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ ദൈവമേ എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്ന ദൈവമാകാൽ സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകള് ചിന്തകളൊക്കെ അറിയും ദൈവമേ, ഒന്നും അവിടുന്നേക്ക് മറവല്ലല്ലോ. കർത്താവെ എല്ലാവരുടെയും ആവശ്യങ്ങളെയും പ്രാർത്ഥനകളെയും കേട്ട് തക്ക സമയത്ത് പിതാവേ അവിടുന്ന് ഉത്തരമരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുനപിതാവേ ഞങ്ങളുടെ എല്ലാ സഭകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ അങ്ങ് കർത്താവെ ക്രിസ്ത്യാനികളായിട്ട് ദൈവത്തെ അറിയുന്നവരായിട്ട് ഞങ്ങളെയൊക്കെ തീർത്തിരിക്കുന്ന കർത്താവെ അവിടുത്തെ സുവിശേഷത്തിന്റെ മഹത്വം പ്രചരിപ്പിക്കുന്നവരായിട്ട് ഞങ്ങളുടെ എല്ലാ സഭകളും തീരുവാൻ തക്കവണ്ണം കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാനും ദൈവമഹത്വത്തിനായിട്ട് സഭകളൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ CSI സഭയെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. മഹായിടവയായിട്ട് കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ ദൈവമേ ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവമേ മിഷണറി വേലകളൊക്കെ ചെയ്യുന്ന എല്ലാ സമൂഹത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കർത്താവെ നിന്റെ വേല ചെയ്യുന്ന എല്ലാ പ്രവർത്തകരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ദൈവമേ അവരൊക്കെ ദൈവമേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ അവർ നിന്റെ നാമോഹത്തിനായി ചെയ്യുന്ന വേലകളൊക്കെ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഞങ്ങളുടെ സഭയിലെ കർത്താവെ
നേരത്തെ ഇരുന്ന് ഞങ്ങളെ ശുശ്രൂഷിച്ച് കടന്നുപോയ പട്ടക്കാരെ അവരുടെ കുടുംബങ്ങളെയും ഒക്കെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവമേ നിന്റെ കൃപയിൽ അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, പൊന്നുപിതാവേ, ദൈവമേ സിസ്റ്റർഹുഡായിട്ട് കർത്താവേ ഞങ്ങൾ സഭയായിട്ട് വേല ചെയ്യുന്നുണ്ട്. അവിടെ ഒക്കെ ദൈവമേ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ രോഗത്താൽ ഭാരപ്പെട്ട് ട്രീറ്റ്മെന്റിലും കർത്താവെ ആശുപത്രികളിലും ഒക്കെ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ദൈവമേ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, മരുന്നുകളല്ല ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവമേ പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള കർത്താവെ അവിശ്വാസത്തിന്റെ ആത്മാവിനെ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കൊക്കെ കൊടുത്ത് ദൈവമേ സൗഖ്യം അവിടുന്ന് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, പൊന്നുപിതാവേ, ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിനായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ രാജ്യത്തിന്റെ കർത്താവെ എല്ലാ ഭാഗങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ, പകർച്ചവ്യാധികളായാലും പ്രകൃതിക്ഷോഭങ്ങളാലും ഒക്കെ ഭാരപ്പെടുന്നവരുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയൊക്കെ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, സഭയായും കർത്താവെ സമൂഹങ്ങളായിട്ടൊക്കെ കർത്താവെ കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിക്കുവാനുള്ള മനസ്സ് കർത്താവെ ഞങ്ങൾക്കൊക്കെ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് തരുന്ന നന്മകളൊക്കെ ദൈവമേ അതിന്റെ ഒരു ഭാഗം ദൈവനാമ മഹത്വത്തിനായും കർത്താവെ മറ്റുള്ളവർക്ക് നന്മകൾ നൽകുവാനൊക്കെ ഉപയോഗിക്കുവാനുള്ള ഒരു മനസ്സ് ഒക്കെ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ദൈവമേ ലോകസമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ടൊക്കെ കർത്താവെ ഭാരപ്പെടുന്ന എല്ലാ ജനതയെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, ദൈവമേ ലോകസമാധാനം നൽകി കർത്താവെ ഞങ്ങളുടെ കർത്താവെ, ദൈവമേ കർത്താവെ നോഹയുടെ കാലത്ത് കർത്താവെ മനുഷ്യൻ വഷളായി പോയപ്പോൾ ദൈവമേ അവിടുന്ന് കോപിച്ച് പ്രളയം ഉണ്ടായല്ലോ. എന്നാൽ ദൈവമേ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്ക് കർത്താവെ, ദൈവമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ടല്ലോ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെയൊക്കെ ഓർത്ത് അവിടുന്ന് കരുണ ചെയ്യണം. ദൈവമേ ലോകസമാധാനവും സന്തോഷവും തന്ന അങ്ങയുടെ സംരക്ഷണയിൽ മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് കൈപിടിച്ച് നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, പിന്നെ പിതാവേ, സഭയായി ഞങ്ങളെ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കർത്താവെ അവിടുന്ന് കേട്ട് തക്ക സമയത്ത് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ അവിടുന്ന് കർത്താവെ ഞങ്ങൾ എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അച്ഛൻ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ സർവശക്തനെ അവിടുന്ന് എല്ലാം ഓർക്കുന്നവനാകയാൽ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ സർവ്വ വിഷയങ്ങളെയും അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ ഞങ്ങളോട് ക്ഷമിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം അവിടുന്ന് കേട്ട് തക്ക സമയത്ത് ഞങ്ങൾക്ക് ഉത്തരമരളി സഭയായും കുടുംബങ്ങളായും ഞങ്ങളെ വ്യക്തികളായും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്ക. കൂരിരുൾ തിങ്ങിയ വീഥിയതിൽ വഴി കാണാതുഴലുന്ന പഥികനു നീ. കൂരിരുൾ തിങ്ങിയ വീഥിയതിൽ വഴി കാണാതുഴലുന്ന പഥികനു നീ. വഴി കാട്ടും ദീപമായി എരിഞ്ഞിടുക, പ്രകാശഗോപുരമായി നിന്നിടുക. എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്ക.
ഇരുളിൻ്റെ പാശങ്ങൾ അറുത്തു നീ മോചനമാതീകുമി ബന്ധിതർക്ക് ഇരുളിൻ്റെ പാശങ്ങൾ അറുത്തു നീ മോചനമാതീകുമി ബന്ധിതർക്ക് മാനവചേതനം പുൽകിയുണർത്തും മാനസമതീശനു മന്ദിരമാകാൻ എഴുന്നേറ്റു പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എഴുന്നേറ്റു പ്രകാശിക്കാം തണ്ടിന്മേൽ ദീപങ്ങൾ തെളിച്ചു നമ്മൾ താമസിന്റെ കോട്ടകൾ തകർത്തിടുക തണ്ടിന്മേൽ ദീപങ്ങൾ തെളിച്ചു നമ്മൾ താമസിന്റെ കോട്ടകൾ തകർത്തിടുക താതാസുതാത്മാനെ വണങ്ങിടുക തളരാതെ നീതി പ്രഭ ചൊരിഞ്ഞിടുവാൻ എഴുന്നേറ്റു പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എഴുന്നേറ്റു പ്രകാശിക്കാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ആദ്യമായി ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണിക്ക് ഇപ്രകാരം നമ്മൾ ഓൺലൈനായിട്ട് കൂടി വരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സഭയുടെ ഒരു ശുശ്രൂഷ എന്നതിലുപരി നമുക്ക് ഒരുമിച്ച് കൂടി നമ്മുടെ സഭയെക്കുറിച്ചും സഭയിലുള്ള എല്ലാവരെ കുറിച്ചും ഒക്കെ ഓർക്കാൻ നമ്മളൊക്കെ വലിയ ഓക്യുപ്പൈഡ് ആണ്, തിരക്കാണ്. പലതരത്തിലുള്ള തിരക്കുകളും നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് ശാസ്ത്ര സാങ്കേതികമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്, സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ തിരക്കുകൾക്ക് യാതൊരു കുറവുമില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനും പബ്ലിക് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ടൈം നമുക്ക് ഒരുമിച്ച് കിട്ടും എന്നാണ് നമ്മൾ പലപ്പോഴും ഈ ഓരോരോ വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് പലപ്പോഴും ആ സമയം ലഭിക്കാറില്ല. വി ആർ നോട്ട് ഗെറ്റിംഗ് ക്വാളിറ്റേറ്റീവ് ടൈം ടു ടു മീറ്റ് ടുഗെദർ. നമ്മൾ വീണ്ടും തിരക്കാണ്. ഞാൻ ഏപ്രിൽ പല പല തിരക്കുകളുണ്ട്, പല കാര്യം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംവിധാനം ആകുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു സമയം ഉപയോഗിക്കാം. നമ്മുടേതായിട്ടുള്ള അത്യാവശ്യം ഒഴിവാക്കാനാകാത്ത തിരക്കുകളും നമുക്ക് ചെയ്യാം. ജോലിയിലാണെങ്കിലും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ജോലിയിൽ നിന്ന് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ ഒരു കൺവീനിയൻസ് ആണ്. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. അതിനകത്ത് ഒരു തെറ്റുമില്ല. ഒരു സാധ്യതയാണ്, ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു കൺവീനിയൻസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ബട്ട് ഐ ടെൽ യു, ബട്ട് ദിസ് ഈസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റ് ടു ദി വർഷിപ്പ് സർവീസ്. നമ്മുടെ ഞായറാഴ്ച ഒരുമിച്ചുള്ള നമ്മുടെ ശാരീരികമായ കൂട്ടായ്മകൾ ഉള്ള ഒരു ബദലൊന്നും അല്ല ഇത്. ദിസ് ഈസ് സംതിങ് വെരി ഡിഫറെന്റ്. ഇത് അത് വേറൊന്ന്, അത് നമ്മുടെ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കുള്ള ബദലല്ല. ദിസ് ഈസ് എറ്റ് അനദർ ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ടു ബി ടുഗെദർ. ഒരുമിച്ച് കൂടാനും
സാവധാനതയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് സഭയിൽ അങ്ങനെ ഒന്ന് മറ്റൊന്നിന് പകരമല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയും, നമ്മൾ ഓൺലൈൻ പ്രെയർ വെക്കുമ്പോൾ ചെയ്തുകൊണ്ട് അത് കോട്ടേജ് പ്രെയറിന് ബദലല്ല, അത് നമ്മുടെ വീട്ടിലെ ഭവന പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ബദലല്ല. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫെലോഷിപ്പ് ഒക്കെ ആചരിച്ച് പോകുന്നു. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ആൻ ഓൾട്ടർനേറ്റ് ടു ദ കോട്ടേജ് പ്രെയർ. ഇന്നിപ്പോൾ നമ്മുടെ സഭയിൽ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭവന പ്രാർത്ഥന, ഏരിയ പ്രാർത്ഥന വെക്കാനുള്ള ഒരു താല്പര്യമില്ലായ്മ വളർന്നു വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഞായറാഴ്ച ആരാധന കഴിഞ്ഞൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആണ് എന്നൊരു ചിന്ത എനിക്കത് തോന്നുന്നു. ഒരുപക്ഷെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കൂട്ടായ്മയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ തന്നെയാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിനി ഒരു വീട്ടിലൊരു പ്രാർത്ഥന വെക്കുമ്പം നമ്മൾ അവർക്കും ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലവാണല്ലോ എല്ലാം നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണോ? ഇങ്ങനൊരു ഞായറാഴ്ചകളിൽ ഇങ്ങനൊരു ട്രഡീഷൻ ഇപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെ അതങ്ങ് സിസ്റ്റമിക് ആയതുകൊണ്ടാണോ കോട്ടേജ് പ്രെയറുകൾ വെക്കാൻ നമുക്കിപ്പോൾ താല്പര്യക്കുറവ് എന്നൊക്കെ ഒരു സംശയം. ആസ് എ മിനിസ്റ്റർ, ആസ് എ സെർവന്റ് ഓഫ് ഗോഡ്, ആസ് എ സെർവന്റ് ഓഫ് ദ ചർച്ച്, ഐ ഷുഡ് തിങ്ക് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. അപ്പോൾ ഒന്നിനും ബദലല്ല. അതുകൊണ്ട് നമ്മൾ ഇത് മറ്റൊന്നിനും ബദലല്ല. ദിസ് ഈസ് എ യുണീക്ക് എക്സ്പീരിയൻസ്. ഇതൊരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് കടന്നു വന്ന എല്ലാവരെയും ഓർക്കുന്നു, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടുതലുള്ള ആത്മീയമായിട്ടുള്ള ശക്തീകരണത്തിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ ഇത് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ നമുക്ക് തിരക്ക് കൂടാതെ നമ്മുടെ വിഷയങ്ങളൊക്കെ പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നമ്മുടെ ആരാധനയിൽ ഒരു വലിയ തിരക്കാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് നമ്മൾ പലപ്പോഴും എഡിഷൻസ് നടത്തുന്നത്, നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്. ഇച്ചിരി സമയം നീണ്ടുപോയാൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ എഡിറ്റ് ചെയ്യും. എല്ലാ വിഷയങ്ങളും പറയത്തില്ല, പേര് പറയത്തില്ല. പേര് പറയാത്തത് കാരണം വെള്ളിയാഴ്ച പ്രാർത്ഥന എല്ലാവരുടെയും പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച നമുക്ക് സമയപരിമിതിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിൽ പേര് പറയാതെ പ്രാർത്ഥിച്ചപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഇന്ന ആള് സുഖമില്ലാതെ കിടക്കായിരുന്നു, അച്ഛൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞറിഞ്ഞു, ഞാൻ പോയി കണ്ടു, വിസിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ തിരക്കുകളുടെ ഇടയിൽ നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡെലിബറേറ്റ്ലി വി ആർ അവോയ്ഡിങ്, വി ആർ ഇഗ്നോറിങ്, വി ആർ ലീവിങ് സം നെയിംസ്. നോ, ഓൾ നെയിംസ് ആർ ദെയർ. ഞാൻ സാധാരണഗതിയിൽ എല്ലാ പേരും എൻ്റെ വേദപുസ്തകത്തിൽ എഴുതി വെക്കും, മറന്നു പോകാതിരിക്കാൻ. എങ്കിലും ചിലപ്പോൾ മറന്നു പോകും. ഇത് അതിനുള്ളൊരു സമയമാണ്. നമ്മൾ വളരെ സ്പെസിഫിക് ആയി നമ്മുടെ ആവശ്യങ്ങൾ പറയാനും ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം. അതിനകത്തൊരു വലിയ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതാവസ്ഥകളെ കുറിച്ചും നമുക്ക് നല്ല ബോധമുണ്ടാവണം, അറിവുള്ളവരായിരിക്കണം, ധാരണ ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ വീട്ടില് കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് തിരക്കില്ല. ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ സഭയിൽ നമ്മുടെ അറിവിൽപ്പെട്ടവർ, രോഗികളായിരിക്കുന്നവർ, ഏതെങ്കിലുമൊക്കെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവർ നമ്മളോട് പ്രാർത്ഥിക്കണം. എല്ലാവരും പറയുമല്ലോ, അച്ഛാ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെയൊക്കെ ഒന്ന് ഓർത്ത് സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ദൈവത്തിന് ഓരോ മനുഷ്യരെ അറിയാത്തത് കൊണ്ടോ അവരുടെ പ്രശ്നങ്ങൾ അറിയാത്തത് കൊണ്ടോ അല്ല, നമ്മൾ അറിയുന്നതിനേക്കാളൊക്കെ ആഴത്തിൽ ദൈവം അറിയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ആത്മീയമായ ഉത്തരവാദിത്വം, സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ ഒരു സമൂഹത്തിന്റെ ഭാഗമാകും. മറ്റൊരാളുടെ ആവശ്യത്തെക്കുറിച്ചും അവരുടെ ഭാരത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരു അനുഭാവത്തോടുകൂടെ, ദാറ്റ് വിൽ ചേഞ്ച് അവർ പെർസ്പെക്റ്റീവ്സ്. മനസ്സിലായോ? നമ്മളൊരാളുടെ ഒരു വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ നമുക്ക് അവരുടെ വിഷയം അവരനുഭവിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അല്ലാതെ മാറി നിന്ന് കുറ്റം പറഞ്ഞ് ചിലത് നമ്മൾ പെട്ടെന്ന് അവനത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത്, അവൻ പണ്ട് കാലത്ത് അവൻ അങ്ങനെ നടന്ന, അതുകൊണ്ട് അവൻ ഇന്ന് ഇങ്ങനെ വന്ന്. അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. മറിച്ച് ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒരു വിഷമം
ഒരാളുടെ രോഗം, ഒരാളുടെ സങ്കടം മനസ്സിലാക്കി അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് അവരുടെ വേദനയും പ്രയാസവും അല്പമെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ട്, അല്ലാതെ അതിനെ കുറ്റം പറയാനും അവർ കുഴപ്പക്കാരായതുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദാറ്റ് വിൽ ചേഞ്ച് അവർ പെർസ്പെക്റ്റീവ്. മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുകയും മറ്റുള്ളവരെ കുറിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും, അവരോടുള്ള നമ്മുടെ സമീപനം മാറും. അതുവഴി നമ്മൾ തന്നെ മാറും. നമ്മളിൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാകും, നമ്മളിൽ തന്നെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകും. Because it is not that we are bringing change in someone's life through our prayer, in remembering the needs, the pains of the others in our prayers. We change ourselves. നമുക്ക് വലിയ മാറ്റം ഉണ്ടാവും നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമീപനങ്ങളിൽ വലിയ മാറ്റം. അപ്പോൾ പ്രയർ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു തെറാപ്യൂട്ടിക് പ്രോസസ്സാണ്, ഒരു സൗഖ്യദായകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ഒക്കെ, അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന, ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നവർ you take your time to pray. അങ്ങനെ ഒരു നിർബന്ധമില്ല 5 മിനിറ്റ് കൊണ്ട് നിർത്തണം, 10 മിനിറ്റ് കൊണ്ട് നിർത്തണം. No, you take your time. If you want to pray for half an hour, pray. And we should also pray together. നമുക്ക് തിരക്കില്ല. ചില സമയങ്ങളിൽ നമ്മൾ തിരക്കുകളെ മാറ്റിവെക്കണം. നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അന്യോന്യം ഓർക്കാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മ കൊടുക്കാനും സൗഖ്യത്തിന് വേണ്ടിയൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രാർത്ഥന കൂടുതൽ ശക്തിപ്പെടട്ടെ എന്നാഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായമാണ്. യേശു കർത്താവിന്റെ ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോകുന്നു, മീനൊന്നും കിട്ടുന്നില്ല. ഓരോ ആഴ്ചയിലും നമ്മൾ അതിന്റെ പലവിധമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ, പഠിക്കാൻ. ഇന്ന് അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത്, പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമുക്കിതിന്റെ പശ്ചാത്തലം വളരെ കൃത്യമായിട്ട് അറിയാം. അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചു, വലയെറിഞ്ഞു, മീൻ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർ വിജയിച്ചില്ല, അവർക്കൊന്നും കിട്ടിയില്ല. ഒരാൾക്ക് പോലും, ഒരാളുടെ വീട്ടിൽ കറിവെക്കാനുള്ള മീൻ പോലും അവർക്ക് കിട്ടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളുടെ വീട്ടിൽ ഒരു കറി വെക്കുന്നതിന് എത്രമാത്രം മീൻ വേണം? നമ്മൾ 1 കിലോ മീൻ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചാൽ നമ്മളത് നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് 3-4 ദിവസം നമ്മളത് ഉപയോഗിക്കും. പ്രത്യേകിച്ച് കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന നമ്മുടെ കോട്ടയം മീൻകറി ആണെങ്കിൽ അത് ഇരിക്കും തോറും അതിന്റെ ടേസ്റ്റ് കൂടും, അല്ലേ എന്ന് പറയുന്നത്. നമ്മളതെങ്ങനെ, അതാണ് അതിന്റെ ഒരു ഈ മീൻ കറിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഞാൻ മീൻകറിയെ കുറിച്ച് ക്ലാസ് എടുക്കാറില്ല. അപ്പൊ ഒരാളുടെ വീട്ടില് കറിവെക്കാനുള്ള മീൻ പോലും കൊടുക്കാൻ അവർക്ക് കിട്ടിയില്ല. നമുക്ക് എത്രമാത്രം നിരാശാജനകമാണ്, എത്രമാത്രം ഡിപ്രസിംഗ് ആണ്, ഡിസ്ട്രസിംഗ് ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ശിഷ്യന്മാരോട് ഒരാൾ ചോദിക്കുകയാണ്, മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നു, ഒന്നുമില്ല. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോഴാണ് യേശു 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, നിങ്ങൾക്ക് കിട്ടും. ത്രോ യുവർ നെറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോട്ട്, യു വിൽ ക്യാച്ച് സംതിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളം പറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾക്ക് കിട്ടും എന്നാണ്. യേശു കർത്താവ് അവരോട് പറയുകയാണ്, ജീസസ് ഇസ് ഗിവിംഗ് ദം എ ഡയറക്ഷൻ ഇൻ ദെയർ ഡിപ്രഷൻ. അവരുടെ നിരാശാജനകമായ അവസ്ഥയിൽ, അവരുടെ ഒന്നുമില്ലായ്മയിൽ, ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ യേശു അവരോട് പറയുന്നു, യേശു അവർക്കൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഗോഡ് ഈസ് ഗിവിംഗ് ദം എ ഡയറക്ഷൻ. വീണ്ടും വീശു,
എന്താ ഒരു പുതിയ നിർദ്ദേശമൊന്നും അല്ല. നിങ്ങൾ എന്നാ ഒരു മീൻ പിടിക്കണ്ട, ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു മെത്തഡോളജി ഉപയോഗിക്കുമെന്നല്ല പറയുന്നത്. എന്നോ യേശു പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ചെയ്ത കാര്യം തന്നെ വീണ്ടും ചെയ്യൂ, ഒന്നുകൂടെ ചെയ്യൂ. മീൻ പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ മീൻ പിടിച്ച് ഒന്നും കിട്ടാതെ പോയത് നിങ്ങൾ വല വീശിയത് കൊണ്ടാണ്. നിങ്ങൾ ഇനി വല വീശ്, നമുക്കറിയാം പല രീതിയിൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമല്ലോ. പലതരത്തിലുള്ള മത്സ്യബന്ധന മാർഗങ്ങളുണ്ട്, ഫിഷിംഗ് മെത്തഡോളജീസ് ഉണ്ട്. ജീസസ് ഈസ് നോട്ട് ടെല്ലിംഗ് ദം ടു ചേഞ്ച് ദ മെത്തഡോളജി. ആ രീതി മാറ്റാൻ പറയുന്നില്ല. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർഗം സ്വീകരിക്കൂ, നിങ്ങൾ ഇനി ചൂണ്ടയിടൂ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഉള്ള രീതി സ്വീകരിക്കൂ എന്നല്ല പറയുന്നത്. യു ഡു ദ സെയിം തിങ്, റിപ്പീറ്റ് ദ സെയിം തിങ്, റിപ്പീറ്റ് ദ വർക്ക് ദാറ്റ് യു ആർ വെൽ വേഴ്സ്ഡ്, യു ആർ എക്സ്പീരിയൻസ്ഡ്, യു ആർ നോൺ. നിങ്ങൾ അറിയുന്ന കാര്യം തന്നെ വീണ്ടും ചെയ്യൂ. നമുക്കൊക്കെ പലപ്പോഴും ദേഷ്യം വരുന്നത് അതാണ്. നമ്മൾ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം ചെയ്തിട്ടും ശരിയാകാതെ വരുമ്പോ പിന്നെ നമുക്ക് അത് ആവർത്തി ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പൊ പറയും ഞാൻ അത് പല പ്രാവശ്യം ചെയ്തതാ. നമ്മളൊരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ ആരെങ്കിലും പറയും ഇന്നും ചെയ്ത് നോക്കൂ, ഓ അതൊക്കെ ഞാൻ ചെയ്തതാ, ഇത് ചെയ്തു നോക്കൂ, അതും ഞാൻ ചെയ്തതാ. നമ്മൾ ചെയ്യാത്തതായിട്ടൊന്നുമില്ല, എല്ലാം നമ്മൾ ചെയ്തതാ. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ്. നമ്മൾ വീണ്ടും അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പല കാര്യങ്ങളിലും നമ്മളുടെ ഒരു വലിയ പ്രോബ്ലം അതാണ്. നമുക്ക് പല കാര്യങ്ങളും ആവർത്തിച്ച് ചെയ്യാൻ താല്പര്യമില്ല. റെപ്പറ്റീഷൻ വിൽ, നമ്മുടെ ചിന്ത അതൊക്കെ ചെയ്തല്ലേ, അതൊക്കെ ചെയ്ത. എന്നാൽ ചില സമയങ്ങളിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ചെയ്തത് തന്നെ വീണ്ടും ചെയ്യാനാ പറയും. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ നിങ്ങൾ വീണ്ടും ചെയ്യും. അപ്പൊ അതിനൊരു വലിയ കോൺഫിഡൻസ് വേണം. അത് മനസ്സിലാക്കാനും അത് അനുസരിക്കാനും അതിനെ ഫോളോ ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് വേണം? അപ്പൊ നമ്മുടെ അനുഭവവും നമ്മുടെ യുക്തിയും ഒന്നും അവിടെ പ്രസക്തമല്ല. അല്ലെ, ദാറ്റ് ഈസ് വെയർ ഫെയ്ത്ത് കംസ് ഇൻ ടു പ്ലേ. മറിച്ച് നമ്മുടെ അനുഭവവും നമ്മുടെ യുക്തിയുമാണെങ്കിൽ എന്താ നമ്മളോട് പറയുന്നത്? ഓ നിങ്ങൾ ഇവിടെ ഇതെല്ലാം 10 പ്രാവശ്യം വല വീശിയതാ, വീണ്ടും വല വീശാൻ തന്നെ എന്തിനാ പറയുന്നത്? പലപ്പോഴും അങ്ങനെയാണ്. സീ, സംടൈംസ് ഇൻ അവർ ലൈഫ് ജേർണി, ഇൻ അവർ സ്പിരിച്വൽ ജേർണി, വി നീഡ് ടു ആക്ട് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നേരത്തെ ചെയ്തതുപോലെയല്ല, നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ്. ബട്ട് വെൻ വി ഡു ഇറ്റ് ദിസ് ടൈം, ലെറ്റ് us ഡു ഇറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് ഫെയ്ത്ത്. ക്രിസ്തുവിലുള്ള പൂർണ്ണമായ ആ വാക്കിന്റെ മേലുള്ള പരിപൂർണമായ ആശ്രയത്തിൽ അവരതാ ചെയ്തത്. അവരവരുടെ അനുഭവം കൊണ്ടോ അവരുടെ യുക്തി കൊണ്ടോ ആ ഒരു നിർദ്ദേശത്തിനോട് അവരെതിര് പറഞ്ഞില്ല, അവരതിനോട് കലഹിച്ചില്ല. ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്, നീ പറയുന്ന സ്ഥലത്തെല്ലാം ഞങ്ങൾ വല വീശിയതായി ഒരു രാത്രി മുഴുവൻ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എന്താ അതിന്റെ അർത്ഥം? ഇവിടെ ഒന്നും മീനില്ല. അതാണ് യുക്തി. ഈ രാത്രി ഇനി എത്ര അധ്വാനിച്ചാലും ഞങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അവരുടെ അനുഭവം, അവരോട് പറയുന്ന യുക്തി അതാണ്. പക്ഷെ ഈ 2 അനുഭവങ്ങൾ കൊണ്ടോ യുക്തി കൊണ്ടോ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിർദ്ദേശത്തെ ഡിസോൺ ചെയ്യുന്നില്ല, അതിനെ റിജക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പല പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ വിശ്വാസത്തിൽ ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ തന്നെയാകാം. ബട്ട് വെൻ വി ഡു ഇറ്റ് ദിസ് ടൈം, ഡു ഇറ്റ് വിത്ത് ഫെയ്ത്ത്. ആൻഡ് ദിസ് ഡിസൈപ്പിൾസ് were preparing themselves to repeat their action in faith. And it is in our action in faith that makes the difference. എനിക്ക് തോന്നുന്നു അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ നിർദ്ദേശം ഏറ്റെടുക്കാൻ പറ്റിയത്. They were open in their faith, and in faith they listened to the direction. അതുവരെ അത് യേശു ആണെന്നോ അറിയാതിരുന്നിട്ട് പോലും they were ready to take a direction from an unknown, unfamiliar. അവർക്ക് അറിയാതിരുന്ന ഒരു ശബ്ദത്തെ അവര് അനുസരിക്കാൻ തയ്യാറായി. And they have listened that voice in faith. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകും, സാഹചര്യങ്ങൾ ഉണ്ടാകും. The reason will tell otherwise. Our experience will tell, otherwise. But our faith will tell us
നമ്മളുടെ വിശ്വാസം, കർത്താവിലുള്ള നമ്മളുടെ പൂർണ്ണമായ ആശ്രയം ചില കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ അതിന് നമ്മൾ ചെയ്തു വന്നിരുന്ന കാര്യമാണെങ്കിലും അത് പഴയ കാര്യങ്ങളുടെ ആവർത്തനമാണെങ്കിലും we need to listen and we need to repeat, we need to redo ചില കാര്യങ്ങൾ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ്. അത് ഞാൻ ചെയ്തു, അവരുടെ അടുത്ത് പോയി, ഇവരുടെ അടുത്ത് പോയി. Let us do it this time with faith. യേശു അവരോട് പറഞ്ഞു, യേശുവിന്റെ നിർദ്ദേശം അവര് വിശ്വാസത്തിൽ അനുസരിക്കാൻ തയ്യാറായി. ഇനി യേശുവിന്റെ നിർദ്ദേശത്തിന് ഒരു സവിശേഷതയുണ്ട്. എന്താണെന്നറിയാമോ? വലത് ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യേശു ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾക്ക്, ദ ഡയറക്ഷൻ ഓഫ് ഗോഡ്, ഡിവൈൻ ഡിറക്ഷൻസ്, ഒന്ന് വളരെ ഡെഫിനിറ്റീവാ, സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. വലത്ത് ഭാഗം, യു ഡു ഇറ്റ് ഹിയർ, ദിസ് ടൈം യു ഡു ഇറ്റ് ഹിയർ. ചില വ്യക്തമായ കൃത്യമായ അളന്ന് തിട്ടപ്പെടുത്തിയ സ്പെസിഫിക് ആയിട്ടുള്ളതാണ് കർത്താവിന്റെ ചില നിയോഗം. യേശു കർത്താവിന്റെ അടുക്കൽ വന്നവരോടൊന്നും യേശു കർത്താവ് കൺഫ്യൂസ് ചെയ്തില്ല അവരെ. He was so specific. He was so definite in his directions. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലോട് ഇടപെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലോട് മാറ്റങ്ങൾ വരുത്താൻ പറയുമ്പോൾ അതിന് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ. ഇറ്റ് ഈസ് വെരി സ്പെസിഫിക്. നമ്മൾ ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നോബഡി ഈസ് ഷുവർ അബൌട്ട് എനിത്തിങ്. ആർക്കും ഒന്നിനെ കുറിച്ചും ഒരു ധാരണയില്ല. ഒരു ധാരണയില്ലാതിരുന്നിട്ടും എല്ലാവരും എല്ലാം അറിയാവുന്നത് പോലെ ചെയ്യും, അല്ലേ? മിക്കപ്പോഴും വലിയ ധാരണയൊന്നും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ നല്ല ഉറപ്പോടുകൂടെ പറയുന്നത്. അത് ദൈവത്തിന്റെ വചനമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വലിയ അറിവൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ അതാണ് ശരി എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് ചെയ്യാൻ തുടങ്ങും. ഈ ലോകത്തിന് സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും പല അപകടങ്ങളുടെയും ഏറ്റവും വലിയൊരു കാരണം അതാണ്. We don't want to know the truth. We don't want to know the definite. അതല്ലാതെ നമ്മൾ അങ്ങ് പറയും. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവിന്റെ നിർദ്ദേശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, he was very specific. റൈറ്റ് സൈഡ്, നീ പടകിന്റെ വലതുഭാഗത്ത് വല വീശ്. യേശു കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നതിനകത്ത് അതും ഇതും ഏതെങ്കിലും ചെയ്യാൻ പറയത്തില്ല. യു ഡു ദിസ്, ഡു ഇറ്റ് ഹിയർ. മോശയുടെ യേശു കർത്താവ് സൗഖ്യം കൊടുത്തവരോട് പറയുന്നത് പോലെ, അന്ധനായ മനുഷ്യന്റെ സൗഖ്യമാക്കുമ്പോൾ പറയുന്ന, അവൻ മണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി ആ ചേറ് കണ്ണിൽ വെച്ചിട്ട് അവനോട് പറഞ്ഞു, നീ പോയി ശീലോഹാം കുളത്തിൽ പോയി കഴുക്. സ്പെസിഫിസിറ്റി, ചില കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള തീർച്ച. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതിനെ അനുസരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇന്നിപ്പോ നമുക്ക് അവിടെ ഒരു വലിയ പ്രോബ്ലം അതാണ്. ആരാണ് നമ്മളോട് എന്തെങ്കിലും പറയുന്നത്? ഇനി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കർത്താവിന്റെ നിർദ്ദേശപ്രകാരമാണോ, സ്പെസിഫിക് ആണോ, നമുക്ക് യാതൊരു ഉറപ്പുമില്ല. രണ്ടാമത്തെ പ്രത്യേകത എന്താണ് പറയുന്നത്? നിങ്ങൾ വലത്ത് ഭാഗത്ത് വീശുവിൻ. യു കാസ്റ്റ് യുവർ ത്രോ യുവർ നെറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോട്ട്. യു വിൽ ക്യാച്ച്, യു വിൽ ഗെറ്റ്. ഇംഗ്ലീഷിൽ സംതിങ് എന്നാണ്, പക്ഷെ മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് കിട്ടും.
അതൊരു ഉറപ്പാ, നിങ്ങൾക്ക് കിട്ടും. ഇന്ന് പലപ്പോഴും സഭയ്ക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മുടെ വിശ്വാസ ജീവിതം, സഭാ ജീവിതം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പണ്ടൊക്കെ നമ്മുടെ മിഷണറിമാരൊക്കെ ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അല്ലെ? അവര് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, പഠിച്ചവർക്ക് അവരുടെ പഠിപ്പിനനുസരിച്ച് അവർക്കുള്ള മുൻപോട്ട് പോകാനുള്ള തൊഴിൽ മാർഗങ്ങളിലൂടെ നമ്മൾ കൊടുത്തിരുന്നു. ഇറ്റ് വാസ് നോട്ട് ടെല്ലിംഗ് ദം ടു സ്റ്റഡി. ദ ചർച്ച് വെയർ റെഡി ടു ടേക്ക് ദം. അവരുടെ പഠനത്തിനൊത്തവണ്ണം. ഇന്നത്തെ ലോകം അതാണ്. നമ്മുടെയൊക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ നമ്മൾ ലക്ഷങ്ങളാ ചെലവിടുന്നത്. പക്ഷെ ഈ ലക്ഷങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഒത്തവണ്ണമുള്ള തൊഴിൽ കൊടുക്കാൻ അവർക്ക് പറ്റുമോ? ഇല്ല. സഭയ്ക്കും ഇന്ന് പറ്റുന്നില്ല. സോ ചർച്ചിന്റെ സപ്പോർട്ട് സിസ്റ്റം വളരെ വീക്കാണ്. യേശു പറയുന്നു, നിങ്ങൾ വീശ്, നിങ്ങൾക്ക് കിട്ടും. ഉറപ്പ്, ദൈവത്തിന്റെ ഉറപ്പ്. ചില ഉറപ്പിന്റെ മേലാണ് ദൈവം നമുക്ക് ദൈവം നമ്മോട് ചില കാര്യങ്ങൾ പറയും. ചില കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ്, യു വിൽ ക്യാച്ച്. എനിക്ക് തോന്നുന്നു ആ ഒരു ഉറപ്പാണെന്ന് തോന്നുന്നു. ആ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഡിറക്ഷൻ ആയിരിക്കും അവരെ അതിന് വീണ്ടും വലവീശാൻ അവരെ പ്രേരിപ്പിച്ചത്. നമ്മുടെ പലപ്പോഴും അതാ നമുക്ക് പറയാൻ പറ്റാത്തത്. എനിക്കും ചിലപ്പോൾ പേടിയാ പറയാൻ. ചിലപ്പോൾ ഞാൻ പറയുമ്പോഴും അതൊരു മെക്കാനിക്കലായിട്ട് പറയും. ദൈവം അത് തന്നെ ഒരു വലിയ രക്ഷപ്പെടാനുള്ള ഒരു പലപ്പോഴും ഒരു തന്ത്രമാണല്ലേ. ദൈവം വിടുവിക്കും, അല്ലേ? യേശു അങ്ങനെ ഒരാളായിരുന്നില്ല. ഹി വാസ് വെരി മച്ച് വിത്ത് ദം and he was so sure about the result. ഇന്ന് പലപ്പോഴും നമുക്കും നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഉറപ്പില്ല. നമുക്കെല്ലാം എന്താ ഒരു എക്സ്പെരിമെന്റാ. This is another chance. Take you anyway, you tried all these things, you try this also, you take this chance also. പക്ഷെ യേശു പറയുന്ന അങ്ങനെ, it is not a chance for you, this is definite. This will change your life if you obey this. ഇന്ന് പലപ്പോഴും നമ്മളുടെ തലമുറ, നമ്മളൊക്കെ പരാജയപ്പെടുന്നത്, നമ്മുടെ വിശ്വാസം പരാജയപ്പെടുന്നത് ഇവിടെയാണ്. I think it is in this statement that you will get എന്ന ഉറപ്പാണ് അവർക്ക് വീണ്ടും ഒരിക്കൽ കൂടെ വിശ്വാസത്തിൽ വല വീശുവാൻ അവരെ ശക്തിപ്പെടുത്തിയത്. And they believed, they trusted in that assurance. ആ ഒരു വലിയ വചനം നൽകിയ, ദൈവത്തിന്റെ വചനം നൽകിയ, കരയിൽ നിന്ന് അവർ കേട്ട വാക്കുകൾ നൽകിയ ആ ഒരു ഉറപ്പിൽ ആശ്രയിക്കുവാൻ, വിശ്വസിക്കുവാൻ അവർ സന്നദ്ധരായി. So the whole experience of desperation, the whole experience of loss, the whole experience of not catching anything have built their faith. അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി. ഇനി മറ്റൊന്നിലും രക്ഷയില്ല. ഈ വള്ളത്തിലും വലയിലും ഞങ്ങളുടെ അനുഭവത്തിലും ഒന്നും രക്ഷയില്ല. ഇറ്റ് ഈസ് ഇൻ ഫെയ്ത്ത് ദാറ്റ് വി സർവൈവ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മൾ നേരിടും. Sometimes our difficulties, our struggles may not go so quickly.
പെട്ടെന്ന് മാറത്തില്ല. വി മേ ഹാവ് ടു സ്ട്രഗിൾ ഹോൾ നൈറ്റ്. ഒരു രാത്രി മുഴുവൻ നമ്മൾ നിരാശയിൽ നമ്മൾ അധ്വാനിക്കണം. എത്ര പ്രാവശ്യം നമ്മൾ പരിശ്രമിച്ചിട്ടും ചെയ്തിട്ട് നിരാശയായിരിക്കും നമുക്ക് ഫലം. And even the desperations, the distress and despair is increasing. That will strengthen our faith. ശിഷ്യന്മാരെ എനിക്ക് തോന്നുന്നു അവരെ ദൈവം ശക്തീകരിച്ചു. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് അത് അവരുടെ മാത്രം ഒരു ചോയ്സ് ആയിരുന്നില്ല എന്നാണ്. പത്രോസ് മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും ആ തെരഞ്ഞെടുപ്പിലും, ആ നിരാശയുടെ തെരഞ്ഞെടുപ്പിലും, ആ നിരാശയുടെ ഫലത്തിലും കർത്താവ് അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി. that has expanded their faith, that has strengthened our faith. പലപ്പോഴും അങ്ങനെ നമ്മളെ ചില കാര്യങ്ങളൊക്കെ we need to constantly perceive, wait, do it. ഞാൻ എൻ്റെ തീസിസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫൈനൽ ചാപ്റ്റർ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്തു. ഓരോ പ്രാവശ്യം ചെയ്യും, സാറിന് അയച്ചു കൊടുക്കും. സാറ് പറയും ഇറ്റ്സ് നോട്ട് റൈറ്റ്, ദിസ് ഇസ് നോട്ട് ഡെസ്പറേഷൻസ്, ആങ്സൈറ്റി, നിരാശ, സങ്കടം, ദേഷ്യം. സമയം പോകുന്നു, കൂടെ നടക്കുന്നവരൊക്കെ മുമ്പേ കയറിപ്പോകുന്നു, ഭയങ്കര നിരാശ. But that will strengthen our faith. That must strengthen our faith. അല്ലാതെ നന്മ കിട്ടുമ്പോഴല്ലല്ലോ, അനുഗ്രഹങ്ങളും വലിയ സമ്പത്തും ഒക്കെ ഉണ്ടാകുമ്പോ നമ്മൾ കാണിക്കുന്നതൊക്കെ വെറും പെരിഫറലാണ്, പരോക്കിലാണ്. എനിക്ക് തോന്നുന്നു ശരിക്കും ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ നിരാശയിലും, ഈ സങ്കടത്തിലും, ഈ ഒന്നുമില്ലായ്മയിലും അവര് they did not hold on to their experience and reason. They rather acted on their faith. They decided to follow an unknown voice. കരയിൽ നിന്ന് പറഞ്ഞ ആ ശബ്ദത്തെ അവര് കേൾക്കാനും അതിനെ അനുസരിക്കാനും അവർ തയ്യാറായി. യേശുവാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് യേശുവാണെന്ന് അവർ അറിഞ്ഞില്ല. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിട്ടല്ല അവരനുസരിച്ചത്. അറിഞ്ഞിട്ടനുസരിക്കുന്നത് വളരെ അതിനകത്ത് കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. യേശു ആണെന്ന് അറിഞ്ഞുകൊണ്ട് അനുസരിക്കുന്നത്, അത് യോഹന്നാൻ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നത്. യേശുവാണ് അവിടെ കരയിൽ നിൽക്കുന്നതെന്ന് അവരറിഞ്ഞില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പടകിന്റെ വലതുഭാഗത്ത് നീക്കി വലയിറക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നത് യേശുവാണെന്ന് അപ്പോഴും അവർക്കറിയില്ല. But the direction was very much related to their life. അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരാശയുടെയും സങ്കടത്തിന്റെയും വേദനയുടെയും ഒന്നുമില്ലായ്മയുടെയും ശൂന്യതയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ അവരോട് പറയുന്ന ആ വാക്ക് അവർക്ക് തോന്നി, ഇത് ഞങ്ങളോട് പറയുക. ഞങ്ങളുടെ നിരാശയിൽ, ഞങ്ങളുടെ ദുഃഖത്തിൽ, ഞങ്ങളുടെ സങ്കടത്തിൽ ഏതോ ഒരു അജ്ഞാത ശബ്ദം കരയിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് പറയുകയാണ്. സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ ഒരു ഉപമയുണ്ടല്ലോ. ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഉപമ. മത്തായി 25:31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ അവരോട് പറയുന്നത് എന്താണ്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവര് യേശു കർത്താവിനോട് ചോദിക്കും, കർത്താവേ, നിന്നെ ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ കണ്ടത്? നിന്നെ ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ നിന്നെ ശുശ്രൂഷിച്ചത്? അപ്പൊ യേശു പറയുന്നു,
എൻ്റെ ഈ ചെറിയവരൊരുത്തിന് ചെയ്തിടത്തോളം എല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു. യേശുവാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തതല്ല, യേശുവാണ് എന്ന് അറിഞ്ഞ് ചെയ്യുന്നതുമല്ല. സഭ ഓർക്കേണ്ടത് അതാ. ദരിദ്രരിൽ ദൈവത്തെ കാണണം, കുഷ്ഠരോഗികളിൽ യേശുവിനെ കാണണം. അല്ലല്ലല്ല, അങ്ങനെ യേശുവിനെ കണ്ടിട്ട് ചെയ്യുന്നതല്ല, ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അതൊന്നും ദൈവമല്ല, കർത്താവല്ല, യേശുവല്ല എന്ന് നമ്മൾ സ്വയമേ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് കരുതി ചെയ്യണ്ട. നമ്മൾ അറിയാതെ ദൈവത്തിന് വേണ്ടിയിട്ട് ആണ് എന്ന് അറിയാതെ ചെയ്യുന്ന ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്, അതാണ്. ഇവരും അത് തന്നെയാണ്. ഇത് യേശുവാണെന്ന് അവർ അറിഞ്ഞില്ല. യേശുവാണ് അവരോട് ഇങ്ങനെ പറയുന്നതെന്നും അവർ തിരിച്ചറിഞ്ഞില്ല. എന്നിട്ടും അവർ ചെയ്തു എന്നുള്ളതാണ്. അതാണ് അവരുടെ വിശ്വാസത്തിന്റെ, അവരുടെ ആ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ നന്മ. നമ്മൾ ചില ആളുകൾ അങ്ങ് സിനിക്കലാണ്. അച്ഛന് വേണ്ടി പള്ളിയിൽ വരുന്നവർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. മക്കൾക്ക് വേണ്ടി പള്ളിയിൽ വരുന്നവർ. ചിലര് വരുന്ന എന്തിനാ? പിള്ളേരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനാണ്. സൺഡേ സ്കൂൾ ഇല്ലെങ്കിൽ പള്ളിയിൽ വരാത്തവർ. ഹൈദരാബാദിന്റെ കാര്യമാണ്, ഞാൻ പുറത്തെ കാര്യമല്ല പറയുന്നത്. ഞാൻ ഇവിടുത്തെ പറയുമ്പോൾ ഇവിടുത്തെ കാര്യം പറയണം. നമ്മളൊക്കെ വളരെ 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 അക്കാര്യത്തിലൊക്കെ വളരെ റിജിഡാ. പിള്ളേരാണെങ്കിലോ, പിള്ളേർക്ക് ചെയ്യാനുള്ളപ്പോഴേ പിള്ളേർ പള്ളിയിൽ വരുത്തുള്ളൂ. ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരെണ്ണത്തിനെ കാണാനില്ല പള്ളിയിൽ, യൂത്തുകാർ. ഇനിയിപ്പോ അടുത്ത ഞായറാഴ്ച സെക്കൻഡ് സൺഡേ യൂത്ത് സൺഡേ ആണ്. എല്ലാവരും ടാക്സിയൊക്കെ പിടിച്ച് ഊബറും ഒക്കെ ബുക്ക് ചെയ്ത് വരും. ഞങ്ങൾ ഏതോത്സവം വായിക്കാം, ഞങ്ങൾ പാട്ട് പാടാം, ഞങ്ങൾ ആക്ഷൻ സോങ് കാണിക്കാം. നമ്മളുടെയൊക്കെ കർമ്മത്തിന്റെ പ്രശ്നം അതാണ്. നമ്മളും, ഞാൻ ഉൾപ്പെടെ ഉള്ളവരങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. അത്ര അപ്പോഴെങ്കിലും അവർ വരുന്നുണ്ടല്ലോ. അവരൊക്കെ എവിടെ പോന്നു? പക്ഷെ നമ്മളുടെ ഒക്കെ വിശ്വാസത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രശ്നം ആളും തരവും നോക്കിയാ നമ്മളിതൊക്കെ ചെയ്യുന്നത്. ആളും തരവും നോക്കി ചെയ്യും. ഇവിടെ യേശു ആണെന്ന് അറിഞ്ഞിട്ടല്ല അവർ ചെയ്തത്. നോക്കൂ എത്ര ശക്തമാണ് അവരുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ആളും തരവും നോക്കിയിട്ടൊന്നുമല്ല. ആളും തരവും നോക്കാൻ തുടങ്ങിയോ അവിടെ തുടങ്ങി നമ്മുടെ നാശം. ആളും തരവും നോക്കി ചെയ്യുന്നതിന് വിശ്വാസമൊന്നും പറയാൻ പറ്റത്തില്ല. സൗകര്യം നോക്കി ചെയ്യുന്നതിനും വിശ്വാസമൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പാഠങ്ങളൊക്കെ നമ്മൾ ഈ കാലത്തും എപ്പോ പഠിക്കും, എങ്ങനെ പഠിക്കും? യേശു ആണ് എന്ന് അവർ അറിഞ്ഞില്ല. പക്ഷേ ആ അജ്ഞാത സ്വരത്തിന്റെ ഉറപ്പ്, ആ കരയിൽ നിന്ന് കേട്ട, വിദൂരങ്ങളിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിലെ തീർച്ച നിങ്ങൾക്ക് കിട്ടും. അതിലവർ വിശ്വസിച്ചു. ചിലതൊക്കെ കിട്ടും കേട്ടോ, ഉറപ്പാ. പള്ളിയില് ആരാധനകളിലും കൂട്ടായ്മകളിലും ഒക്കെ പങ്കെടുത്ത് പഠിപ്പിച്ച് സൺഡേ സ്കൂളിലും വന്ന് അതിനുശേഷമുള്ള സമയങ്ങളിൽ വീട്ടിൽ പോയിരുന്ന് പഠിച്ചാലും 98 കിട്ടും. എനിക്കറിയാം, 95% കിട്ടും, 90% കിട്ടും.
പള്ളിയിലെ പരിപാടിക്ക് ആള് കൂട്ടാൻ വേണ്ടി പറയുന്നല്ല, എന്റെ അനുഭവത്തിൽ എന്ന് പറയാം, കിട്ടും. അതാ വിശ്വാസത്തിന്റെ ഉറപ്പാ, കിട്ടും, ഉറപ്പാ. ഒന്ന് ചെയ്തു നോക്ക്, അതിനുള്ള ധൈര്യം ഒന്ന് കാണിച്ചു നോക്ക്. ചുമ്മാതെ വിശ്വാസമാന്നൊക്കെ പറയും. വിശ്വാസം, എന്ത് വിശ്വാസം? എവിടെയാണ് നമ്മുടെ വിശ്വാസം? എന്തിലാ വിശ്വാസം? ചിന്തിക്കൂ. ഈ അടുത്ത കാലത്ത് വിശ്വാസത്തോടുകൂടെ നിങ്ങൾ എന്ത് കാര്യം ചെയ്തിട്ടുണ്ട്? എന്ത് കാര്യം ചെയ്തിട്ടുണ്ട് വിശ്വാസത്തോട്? കർത്താവിന്റെ വാക്കിൽ ഉറപ്പുണ്ട്, നിങ്ങൾക്ക് കിട്ടും. അവരൊരിക്കലും ഈ വല നിറഞ്ഞത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരിക്കും എന്നാ. പക്ഷെ നോക്കൂ, എന്താണ് അതുകൊണ്ടുണ്ടായത്? ചെറിയ പടക് നിറഞ്ഞിട്ട് ആ വല ആ പടകിനകത്ത് കയറ്റാൻ വയ്യ, വള്ളത്തിനകത്ത് കയറ്റാൻ വയ്യ. അതുകൊണ്ട് അവരത് കടലിൽ കൂടെ തന്നെ എഴച്ചോണ്ടാ പോയെന്നാ കേട്ടെ. കടലിൽ, വെള്ളത്തിൽ കൂടെ തന്നെ വലിച്ചുകൊണ്ട് പോയി. എനിക്ക് തോന്നുന്നു അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ വലക്കകത്ത് കിടക്കുന്ന കുറെയെങ്കിലും ഒക്കെ ചാടിപ്പോയിട്ടുണ്ടാവും. നമുക്ക് പിന്നെ അത് വേണ്ട. നമുക്ക് 4, 3, 7 അയില മതിയല്ലോ ഉച്ചക്കലത്തേക്കുള്ള കറി. നമ്മുടെ കാഴ്ച അവിടം വരെ ഉള്ളൂ. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുക. നമ്മുടെ നിരാശയിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നിങ്ങളൊന്ന് വിശ്വാസത്തോടു കൂടെ ഒന്ന് ചെയ്തു നോക്ക്. വിശ്വാസത്തോടു കൂടെ കുടുംബ പ്രാർത്ഥന നടത്തും. വിശ്വാസത്തോടു കൂടെ ആരാധനയിൽ പങ്കെടുക്കുക. വിശ്വാസത്തോടുകൂടെ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിക്കുക. കൊയറിലാണെങ്കിലും, സൺഡേ സ്കൂളിലാണെങ്കിലും, വിമൻസ് ഫെലോഷിപ്പിലാണെങ്കിലും, ലേറ്റി ഫെലോഷിപ്പിലാണെങ്കിലും, കമ്മിറ്റിയിലാണെങ്കിലും, എവിടെ ആണെങ്കിലും, you will see the difference. You will see the difference. എന്നെ കേൾക്കുന്ന ദൈവ ജനമേ, വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പടകിന്റെ വലതുഭാഗത്തേക്ക് നീക്കി വല ഇറക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവിന്റെ വചനത്തിൽ, വചനത്തിന്റെ ഉറപ്പിൽ, ആ വചനത്തിന്റെ കൃത്യതയിൽ, വ്യക്തതയിൽ, നമ്മുടെ നിരാശയുടെയും ഒന്നുമില്ലായ്മയുടെയും സങ്കടങ്ങളുടെയും മധ്യത്തിൽ അതിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ, വിശ്വസിക്കാൻ, അതിനെ അനുസരിക്കാൻ, അതിനെ ഏറ്റെടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ തീരുമാനം, ആ ഒരു നിമിഷത്തിന്റെ തീരുമാനം, the decision of the fraction of seconds, അല്ലെ, ചില നിമിഷങ്ങളുടെ തീരുമാനം. There were no concession, there were no discussion, there were no conference, there were no high commission. They heard the direction, they did it. അവർ ഒരുമിച്ച് കൂടി, വേണോ വേണ്ടായോ, കാര്യമുണ്ടോ, ഒന്നുമില്ല, they did it together. ദൈവം നമ്മുടെ ജീവിതാവസ്ഥയ്ക്കും ഭേദം വരുത്തും. നമ്മൾ ഉദ്ദേശിക്കാത്ത അനുഗ്രഹങ്ങൾ, നന്മകൾ ദൈവം നമുക്ക് തരും. അത് വള്ളം നിറയുന്ന പോലല്ല, കടല് നിറയുന്നത് പോലെയാണ്. വള്ളമല്ല, കടല് നിറയുകയാണ്. അതിന് ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത് വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ, വിശ്വാസത്തിൽ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ നനയ്ക്കുന്നതിലും, യേശു പറയുന്നത് യു വിൽ ഗെറ്റ് സം എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്, പക്ഷെ സം അല്ല, നമുക്ക് എണ്ണാനാവാത്ത വിധം, നമുക്ക് അളക്കാനാകാത്ത വിധം നമ്മളെ അനുഗ്രഹത്തോടെ, സമൃദ്ധിയോടെ, നന്മയോടെ ദൈവം നടത്തും. ആ ഒരു വലിയ ഉറപ്പ് വേണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം, ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം ഉണ്ടാകണം, കർത്താവിനെ
അനുസരിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ഓപ്പൺനെസ് ഉണ്ടാകും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ, കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞങ്ങൾ വിശ്വാസമില്ലാതെ പോകുന്നു. എന്നാൽ കർത്താവേ, അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ, അവിടുത്തെ വചനത്തിൽ കർത്താവെ ഞങ്ങൾ വേരൂന്നി കർത്താവെ മുൻപോട്ട് നടക്കുമ്പോൾ, ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിച്ചും വിശ്വസിച്ചും കൊണ്ട് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കൂടി വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ വേദനകളുടെയോ മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവം അവരെ കാണണമേ, അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ, പൂർണ്ണമായ സൗഖ്യം, പൂർണ്ണമായ ആശ്വാസം നിന്റെ മക്കൾക്ക് അവിടുന്ന് കൊടുക്കണമേ. കർത്താവെ, ഇനിയും കർത്താവെ ദൈവമേ, ഒരു സൗഖ്യം സാധ്യമാകുമോ എന്ന് സംശയിച്ചു നിൽക്കുന്ന സ്ഥാനത്തും എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിപ്പാൻ തക്കവണ്ണം കർത്താവെ, അവിടുത്തെ ഒരു സമയമുണ്ട്. കർത്താവെ, ദൈവത്തിനൊരു സമയമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകി തരുവാൻ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുവാൻ. കർത്താവെ, നിനക്കൊരു സമയമുണ്ട്. അത് തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ പരാതിപ്പെടുന്നവരാണ്. കർത്താവെ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇത്രയും വേദന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു? എന്നാൽ അതിനൊക്കെ കർത്താവ് ഒരു ഉത്തരം നൽകും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ഒരു ഭാഗമാണ് എന്ന് കരുതുവാൻ കർത്താവെ നീ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ കർത്താവെ, പ്രാർത്ഥനയിൽ എപ്പോഴും കർത്താവെ ജാഗരിപ്പാൻ തക്കവണ്ണം വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോഴും, കർത്താവെ, ഏത് പ്രയാസവേളകളിൽ കൂടി ഞങ്ങൾ മുൻപോട്ട് കടന്നു പോകുമ്പോഴും കർത്താവെ, ദൈവകൃപയുള്ളവരായി, ദൈവസ്നേഹം അനുഭവിക്കുന്നവരായി, ദൈവിക ചിന്തയോടെ കർത്താവെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ കർത്താവെ ഞങ്ങളായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടുങ്കാറ്റും തിരമാലകളും ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകുവാൻ അവിടുന്ന് സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുതുന്ന ഒരു ദൈവം കർത്താവെ ഉണ്ട്, കാക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവെ. പടകിനെ ശാസിക്കുവാൻ തക്കവണ്ണം, പടകിനെ കർത്താവെ നിലയ്ക്ക് നിർത്തുവാൻ കർത്താവെ അധികാരമുള്ള ഒരു കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ രോഗങ്ങൾക്കും കർത്താവെ വിടുതൽ നൽകുന്ന കർത്താവിങ്കിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ആശ്രയിക്കുന്നു. അപ്പാ, നീ അവിടുന്ന് വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായ സൗഖ്യം നിന്റെ മക്കൾക്ക് എല്ലാവർക്കും അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, രോഗികൾക്ക് നല്ല വൈദ്യനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ മുറ്റുമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിരാശയിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ. ദൈവമേ, രോഗത്തിൻ്റെ ഭാരത്തിലും വേദനയിലും ആയിരിക്കുന്നവരുണ്ട് കർത്താവെ. അവരോടൊക്കെ അവിടുന്ന് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിക്കടി ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് നിന്റെ മക്കളെ അവിടുന്ന് വിടുവിക്കണമേ കർത്താവെ. ദൈവമേ, കിടക്കകളെ അവിടുന്ന് മാറ്റിവിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അല്പവിശ്വാസികളായി പോകുവാൻ അവിടുന്ന് സമ്മതിക്കരുതേ കർത്താവേ. ദൈവമേ, പൂർണ്ണമായി നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവെ, ഒരു രൂപാന്തരം പ്രാപിക്കുന്ന വ്യക്തികളായി ഞങ്ങൾ തീരുമാനത്തക്കവണ്ണം കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളൊക്കെ നഷ്ടപ്പെട്ടും നശിച്ചും പോകാതെ കർത്താവെ, ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾക്ക് കർത്താവെ ലഭിച്ചിരിക്കുന്നതായ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ അവിടുത്തെ ദാനമാണ് കർത്താവെ. ദൈവമേ, അല്പസമയമേ ഞങ്ങൾ ഈ ലോകത്തിലുള്ളൂ. എന്നാൽ ആയിരിക്കുന്ന സമയം കർത്താവെ ഞങ്ങൾ ദൈവത്തെങ്കിൽ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കൊണ്ട് അല്പമേ ചെയ്യുവാൻ കഴിവുള്ളൂ എങ്കിലും അതൊക്കെ കർത്താവെ ഞങ്ങൾ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഈ ജീവിതം മറ്റുള്ളവർക്ക് കർത്താവെ ഒരു മാതൃകയായി
ബലമായിരിക്കാൻ, ഒരു അനുഗ്രഹമായിരിക്കാൻ, ഒരാശ്വാസമായിരിക്കാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനായ ദൈവം കർത്താവെ, ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ നന്മകൾക്കും, എല്ലാ ദാനങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ഇനിയും തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചിറകന്റെ മറവിൽ നിന്റെ മക്കളെ എല്ലാവരെയും അവിടവിടങ്ങളായി സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തണമേ കർത്താവിന്റെ കൃപയിൽ എല്ലാവരും ഒരുപോലെ ആനന്ദിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവിടുന്ന് കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ചു കൊള്ളണമേ. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിലൂടെ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കുക, ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും കാവലും പ്രിയമുള്ളവരെ നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിട്ടുപോയ എല്ലാ വിഷയങ്ങളോടും പ്രത്യേകമായി രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളോടും ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ഷീജായോടും സങ്കീർത്തനം വായിച്ച ഭോപ്പാലിൽ നിന്ന് ജോയിൻ ചെയ്ത് വായിച്ച ജെസി ആൻറ്റിയോടും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സുഷ ആൻറ്റിയോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ നമുക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് പാട്ട് പാടാൻ ഒരാൾ എളുപ്പം പറയണേ. അച്ഛാ, അന്നമ്മ ജോൺ ആന്റി പാട്ട് പാടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അന്നമ്മ ജോൺ ആൻറ്റി. സങ്കീർത്തനം 55, സാം 55 ആരാ വായിക്കുന്നേ? അന്നമ്മ ആൻറ്റി തിരിച്ചെത്തിയോ? എത്തി, ഇന്നലെ എത്തി അച്ഛാ. ഓക്കെ ഓക്കെ. സങ്കീർത്തനം 55 വായിക്കുന്നത് ആരാ? മേളി ആന്റി അച്ഛാ. ഓക്കെ, മെർലി ആൻറ്റി. യെസ്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അതിനായിരിക്കും സമയം കൂടുതൽ എടുക്കുന്നത്. പ്രാർത്ഥന. അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കാം. ജെസി ആൻറ്റി. ഓക്കെ അച്ഛാ. യെസ്, ജെസി ജോസഫ് ആൻറ്റി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് ചിലർക്ക് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അല്ല. ഐ വാണ്ട് എവറി വൺ ഓഫ് യു ടു പാർട്ടിസിപ്പേറ്റ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു അച്ഛൻ പേര് പറയട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കാന്ന് തോന്നുന്നു. ഇനിയിപ്പം ഞാൻ പേര് പറയേണ്ടി വരും ഈ ഒളിച്ചിരിക്കുന്നവരുടെ, വിച്ച് ഐ ഡോണ്ട് പേഴ്സണലി പ്രിഫർ. അപ്പം നിങ്ങൾ സ്വമേധയാ വരുന്നതാണ് ഏറ്റവും നല്ലത്, താല്പര്യത്തോടെ. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ നിർബന്ധത്തിന് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു എന്ന് വരും. ബട്ട് ഇഫ് യു വാണ്ട് മീ ടു നിർബന്ധിക്കാനാണെങ്കിൽ ഞാൻ നിർബന്ധിക്കും. ബട്ട് നമുക്ക് പുതിയ പുതിയ ആളുകൾ എല്ലാവരും അവരെ കൊണ്ടാകുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. നമുക്ക് ഞായറാഴ്ച കാണാം. നമ്മുടെ സീനിയർ സിറ്റിസൺ സൺഡേ ആണ്. സോ എല്ലാവരും ആരാധന പങ്കെടുക്കണം. അടുത്ത വെള്ളിയാഴ്ചയും നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. താങ്ക് യു. ബൈ. ഹാവ് എ ഗുഡ് ഡേ.